ഹലോ. അങ്ങനെ സംഭവം പാർട്ട് 1 തിയേറ്ററിൽ പോയി കണ്ടു. ടൈറ്റിൽ പോലെ സിനിമ ഒരു വലിയ സംഭവമാണോ? എന്തായാലും നിങ്ങൾക്ക് തുടർന്ന് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് സിനിമ വലിയൊരു സംഭവമാണെന്ന് തുടർന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. നല്ല സിനിമ ഇറങ്ങിയാൽ ആൾക്കാർ പൈസ കൊടുത്ത് തിയേറ്ററിൽ തന്നെ കാണും എന്നുള്ളതിൻ്റെ ഒരു പ്രൂവൺ എക്സാമ്പിളാണ് ഈ സിനിമ. കാരണം നമുക്കറിയാം ഈ സിനിമ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല, ഒരുപാട് അറിയപ്പെടുന്ന നടന്മാരോ ഒത്തിരി വലിയ സ്റ്റാർഡുള്ള ആൾക്കാരോ ഒന്നും പെർഫോം ചെയ്യുന്നില്ലെങ്കിലും ഈ സിനിമ ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു. അത് എന്നെ സംബന്ധിച്ചോളം ഈ സിനിമ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം അതാണ്. ഈ സിനിമ കാണാൻ ആളുണ്ട്, നമുക്ക് നല്ല സിനിമകൾ ഇറങ്ങിയാൽ കാണാൻ ആൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ നല്ലൊരു പ്രൂവൺ എക്സാമ്പിളാണ് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ട് അതൊരു റിഫ്ലക്ഷൻ ഷോട്ടാണ് സിനിമയിൽ ഓപ്പണിംഗ് ഷോട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ സിനിമയിലേക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ടാണ് സിനിമയിലെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ. അത് കഴിഞ്ഞൊക്കെ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇടയ്ക്ക് ഞാൻ മൊബൈൽ എടുത്തു. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ ചില സീനുകൾ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബോറടിച്ച് ഒത്തിരി നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ മൊബൈൽ എടുത്ത് കുറച്ച് നേരം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു എൻ്റെ ഒരു നെഗറ്റീവ് സ്വഭാവമാണ് തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാരണം തിയേറ്ററിൽ പോയിട്ട് മൊബൈലൊക്കെ എടുത്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് ഞാൻ ഈ സിനിമയിൽ കുറച്ച് നേരം ചെയ്തു. ഞാൻ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ചില ഷോട്ട്സിനൊക്കെ ഭയങ്കര ലെങ്തുള്ള എനിക്ക് ഫീൽ ചെയ്തു. ഇതിപ്പോൾ ഈ ഒരു ഷോട്ട് നമ്മളിങ്ങനെ ഒരു വ്യൂവർ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നുമല്ലോ, ഇതിപ്പോൾ കട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആയല്ലോ, ഇതെന്താ കട്ടാവാത്തെ എന്നൊക്കെ ചില ഷോട്ടിലൊക്കെ തോന്നിപ്പോയി. പിന്നെ ചില പെർഫോമൻസുകൾ പടത്തിന് സ്റ്റാർട്ടിലുള്ള ചില ഏരിയകളിലൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഡ്രാമയായിട്ട് ഫീൽ ചെയ്തു. ചില ആക്ടേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസുകളൊക്കെ ആ തുടക്ക സമയത്ത് ഭയങ്കര ഡ്രാമാറ്റിക് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് ഓവറോൾ ഈ പടം മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവിടെയുള്ള കുഴപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ പോകെ സിനിമ നന്നായി ഓവറോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പം നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഈ സിനിമ സോൾവ് ചെയ്യും. അതാണ് ഈ സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ സിനിമ ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ, സിനിമ അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ സിനിമ ഒരു സംഭവമാണ്. ഈ സിനിമയെ സംഭവമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെ കണ്ടന്റാണ്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. അതാണ് ഈ സിനിമയെ ഒരു സംഭവമാക്കി മാറ്റുന്നത് തന്നെ. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് ഞാൻ പറയാം. ഈ സിനിമയുടെ അതായത് തമിഴ്നാട് പോലീസ് അവിടെയുള്ള രണ്ട് മൂന്ന് ക്രിമിനൽസിനെ ഒരു ജയിലിലേക്കാണെന്ന് തോന്നുന്നു ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാട്ടിലൂടെയാണ് ഈ പാത ഇവർ ഷിഫ്റ്റ് ചെയ്യുന്ന ഈ വഴി കാട്ടിലൂടെയാണ്. ഇവർ ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഈ ക്രിമിനൽസ് പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും ഈ കള്ളന്മാർ. അപ്പം ഈ കള്ളന്മാർ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഇവരെ പിടിക്കാനായിട്ട് പോലീസും ഈ കാട്ടിലേക്ക് എൻ്റർ ചെയ്യും. ഇതൊരു കാടാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാട്ടിലേക്ക് പോലീസുകാരും എൻ്റർ ചെയ്യും. ഇവർ എൻ്റർ ചെയ്തിട്ട് ഇവർ ആ കാട്ടിൽ പെട്ടുപോകും. ഈ കള്ളന്മാരും പോലീസുകാരും ആ കാട്ടിൽ പെട്ടുപോകുന്നു. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാർ വളരെ യാദൃശ്യമായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. അത്രേ എനിക്ക് ഈ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സിനിമയുടെ ജോണർ എന്താണെന്ന് പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ആവാം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസിന് ഇത് ഭയങ്കര മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് സിനിമയുടെ പെർഫോമൻസിലേക്ക് പോകാം. സിനിമയുടെ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസുകളെന്ന് എനിക്ക് സിനിമയെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് ഭയങ്കര ഫെമിലിയർ ആക്ടേഴ്സ് ഒന്നും അല്ല ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ചില ഏരിയകളിൽ കുറച്ച് ഡ്രാമാറ്റിക് ഡയലോഗ്സ് വരുന്നുണ്ട്. അത് പെർഫോമൻസിനെ ഉറപ്പായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ. ഈ സിനിമയിൽ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അസ്കർ അലിയാണ്, ആസിഫ് അലിയുടെ അനിയൻ. പെർഫോമൻസിൽ ആസിഫ് അലിയുടെ ആ ഒരു ലെവലിലേക്കൊന്നും പുള്ളി എത്തിയിട്ടില്ല. പക്ഷേ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് പുള്ളി സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട വേറൊരു പെർഫോമൻസ് ഉണ്ട്, വൺ പെർഫോമൻസ്. അത് നമ്മുടെ വിനീതാണ്. ദേവദൂതനകത്തൊക്കെ പെർഫോം ചെയ്ത നമ്മുടെ പൂച്ചക്കണ്ണുള്ള വിനീതേട്ടൻ. പുള്ളി രക്ഷയില്ല. എനിക്ക് സിനിമ കണ്ടപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും രസകരമായിട്ടുള്ള ക്യാരക്ടറും പെർഫോമൻസും പുള്ളിയുടെയാണെന്ന് എനിക്ക് തോന്നി. കാരണം പുള്ളി ചെയ്യുന്ന ഒരു എനർജി ലെവലൊക്കെ ഉണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളി കൊടുക്കുന്ന ഒരു എനർജി, പുള്ളിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു രീതി, അത് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്ന ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിനെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇതുവരെ കണ്ടില്ല. അടിപൊളിയാണ്. പിന്നീട് ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ കണ്ടന്റും ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമാണ്. ഇത് മലയാളത്തിൽ അത്ര പുതുമയുള്ള കണ്ടന്റ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഒരു ഇന്റർനാഷണൽ കണ്ടന്റാണ് ഈ കണ്ടന്റിനെ എടുത്ത് മലയാളത്തിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തതിൽ ഈ പടത്തിന്റെ ഫുൾ ക്രൂ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർമാർ എല്ലാവരും ഒരു കൈയടി അർഹിക്കുന്നുണ്ട്. അവരുടെ ഒരു വിഷൻ, അവരുടെ ഇതിനു വേണ്ടി എടുത്തൊരു ഇനിഷ്യേറ്റീവ്, അതെല്ലാം തികച്ചും അഭിനന്ദനാർഹമാണ്. അത് യൂസ് ചെയ്തേക്കുന്ന ചില സൗണ്ടിങ്ങിന്റെ ഏരിയകളുണ്ട്. അതെനിക്ക് പടത്തിന് ഭയങ്കര വർക്കാക്കിയ ചില കാര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു പ്രത്യേക സംഭവം സിനിമയിൽ നടക്കും. അത് ബ്ലഡ് വീഴുമ്പം സിനിമയിൽ ഒരു പ്രത്യേക സംഭവം നടക്കുന്നുണ്ട്. ബ്ലഡും സൗണ്ടും കൂടെ വരണം സിനിമയിൽ ഒരു പ്രത്യേക ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാനായിട്ട്. ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ചില മ്യൂസിക്കുകൾ, അവിടെ യൂസ് ചെയ്യുന്ന ക്യാമറ മൂവ്മെൻറ്റ്സുകൾ, അതിനുവേണ്ടി എക്സ്ട്രാ ലേഴ്സ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. ഗ്രാഫിക്സ് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ കാർഡിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അവരൊരു ഹൊറർ ഫീൽ നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അത് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ്.
ഈ സിനിമയുടെ കണ്ടന്റ് പോലുള്ള കണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് ലെവലിൽ നല്ല രീതിയിൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുറമേ നോക്കുമ്പോൾ അത് നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. പാർട്ട് 1 ആണ്, ഇനി പാർട്ട് 2 വരുന്നുണ്ട്, അപ്പോഴാണ് ഈ സിനിമ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ പാർട്ട് 1 നമ്മൾ കിടക്കുക ശരിക്കും പറയുന്ന സിനിമയ്ക്കകത്ത്. ഇനി പാർട്ട് 2 വരുമ്പോഴായിരിക്കും നമ്മൾ സിനിമയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഡയറക്ഷൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഡയറക്ടറുടെ ഫസ്റ്റ് സിനിമ എന്താണ് ഈ സിനിമ. ചില ഏരിയകളിൽ കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഓവറോൾ പുള്ളി കൈവിട്ട് പോകാതെ ഈ പടം അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് തരും. സിനിമ തീരുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന രീതിയിലാണ് പുള്ളി സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിൽ കുറച്ച് നോൺ ലീനറായിട്ട് കഥ പറയുന്ന സ്ക്രിപ്റ്റിൽ ഒരുപാട് ഏരിയകൾ ശ്രദ്ധിക്കണം ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ. അത് പുള്ളി അടിപൊളിയായിട്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ട് പുള്ളി ഡയറക്ഷൻ സൈഡിൽ പുള്ളി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും സിനിമയുടെ തുടക്കത്തിലുള്ള ടൈറ്റിൽ ആനിമേഷനുകളാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് പടത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ ചില ഇവന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചില ടെക്നിക്സുകൾ, അതായത് ഒരു ചതുപ്പുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു ചതുപ്പിൽ ഒരു കഥാപാത്രം വീണ് പോകുന്നൊരു സീനുണ്ട്. ആ സീനിലൊക്കെ നമുക്ക് അവിടെ കൊടുക്കുന്ന സ്ട്രഗിളും അതൊക്കെ കുറച്ച് അത്ര വിശ്വസനീയമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ആ ക്യാരക്ടർ ചതുപ്പി വീണ്ട് അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ അവിടെ തന്നെ മാർഗ്ഗങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. പ്രേക്ഷകൻ എന്ന നിലയിൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ സിനിമ അതൊരു ഭയങ്കര സ്ട്രഗിൾ ആക്കി ഒരു സെന്റർ ഓഫ് കോൺഫ്ലിക്റ്റ് ആക്കിയാണ് ആ പടത്തിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അതത്ര രസമായിട്ട് വർക്കായില്ല. പക്ഷെ ബാക്കിയെല്ലാം തന്നെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തായിരുന്നു പടത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ്. ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഒരാളെന്ന നിലയിൽ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ തന്നെ തിയേറ്ററിൽ പോയി ഈ പടം കാണണം. ഇത് ഒരു സിനിമ ലവർ എന്ന നിലയിലാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. കാരണം നമ്മൾ ഈ പടത്തിൻ്റെ പാർട്ട് 1 ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പടത്തിൻ്റെ പാർട്ട് 2 വരണമെന്നുണ്ടെങ്കിൽ ഈ പടം ഉറപ്പായിട്ടും വർക്ക് ആവണം. അപ്പോൾ നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ ഈ പടത്തിന് സെക്കൻഡ് പാർട്ട് ഇറങ്ങത്തുള്ളൂ. ഞാൻ ഈ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ഈ പാർട്ട് 1 അങ്ങനെയാണ് ഈ പടം നിർത്തിയിരിക്കുന്നത്. ഈ പാർട്ട് 2 വന്നാൽ ഈ പടം കംപ്ലീറ്റ് ആകത്തുള്ളൂ, അതിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ആ പാർട്ട് 1 ഇങ്ങനെ കിടക്കുക. ഈ പാർട്ട് 2 കണ്ടാലേ എനിക്ക് ആ സിനിമയ്ക്ക് ഇതിനകത്ത് നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ ഞാൻ ഒന്ന് കണ്ടാൽ ഞാൻ ചിലപ്പോൾ ഒന്നും കൂടെ സിനിമ കാണാൻ സാധ്യതയുണ്ട്. കാരണം പാർട്ട് 2 വരാൻ വേണ്ടിയിട്ട് എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്നുകൂടെ സിനിമ കാണാൻ പോയി കാണും. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം, സിനിമ വിജയിപ്പിക്കണം. അപ്പം ഉറപ്പായിട്ടും വീക്കെൻഡിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റും നല്ലൊരു സിനിമയാണ് സംഭവം 1. അപ്പം ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നല്ലതാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ വീഡിയോ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.